പൊറോട്ട അപാരത, കുറച്ച് സവാളയും ഉപ്പും പിന്നെ ഒരു 6 കോഴിമുട്ടയും കൂടി നല്ല ചൂട് തട്ടിലിട്ട് വേവിച്ച് മിക്സ് ചെയ്യണം. ഇതാണ് നമ്മുടെ കൊത്തു പൊറോട്ടയുടെ ആദ്യത്തെ പരിപാടി. ഈ ചൂട് തട്ടിലിട്ട് ഈ സവാളയും ഉപ്പും മുട്ടയും കൂടി നല്ല പോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയ പൊറോട്ടയും അതിലേക്ക് ചിക്കൻ കറിയും അതിൻ്റെ ഗ്രേവിയും എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്യണം. മിക്സിങ്ങിലാണ് കൊത്തു പൊറോട്ടയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പൊറോട്ടയും ഗ്രേവിയും ചിക്കൻ പീസസും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയും കൂടി മിക്സ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലും മാത്രമേ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. കുറച്ച് മല്ലിയിലയും അതോടൊപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്യണം. നമ്മുടെ കൊത്തു പൊറോട്ട അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും മിക്സിങ്ങിലേക്ക് ചേച്ചി കിടക്കുകയാണ്. അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് കഴിക്കാൻ വേണ്ടി തന്നു. അതിൻ്റെ ഒപ്പം സോസും 2 സ്പൂണൊക്കെ ഉണ്ട്. ഇത് കൊച്ചിയിലെ ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ നിന്നും എടുത്ത വീഡിയോയാണ്. അങ്ങനെ നല്ല തിരക്കായതുകൊണ്ട് ഞാൻ ഒരു ടേബിളൊക്കെ അന്വേഷിച്ച് കിടക്കുകയാണ്. ടേബിളൊക്കെ അന്വേഷിച്ച് അവസാനം ടേബിളൊക്കെ കിട്ടി, ചെയറിലിരുന്നു. ടേസ്റ്റിംഗ് ടൈമിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റിംഗ് ടൈമിലേക്ക് കടക്കുകയാണ് കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് കയ്യിൽ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ടേസ്റ്റിംഗ് ടൈമിലേക്ക് കടക്കുകയാണ്. ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെ. ആ ചൂടോടുകൂടി കഴിക്കുമ്പോൾ സൂപ്പർ തന്നെ. നിങ്ങളും ഈ കൊത്തു പൊറോട്ട എവിടെയെങ്കിലും ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.